الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحابه ومن تمسك بهديهم واقتفى. أما بعد، وقد قال الله تعالى في القرآن الكريم: هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ അധ്യക്ഷനവറുകളെ, ജാമിയ ദാറുസ്സലാമിൻ്റെ ബഹുമാന്യരായ ഉസ്താദുമാരെ, ദാരിമീസ് സംഗമത്തിൻ്റെ ഭാരവാഹികളെ, ദാരിമി പണ്ഡിതന്മാരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, സദസ്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ ഈ സംഗമത്തിൽ മുത്തലാഖ്, ബഹുഭാര്യത്വം മുതലായ വിഷയം അവതരിപ്പിക്കേണ്ടതായി വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ കേന്ദ്ര നിയമ കമ്മീഷനോട് ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കാനായി ആവശ്യപ്പെടുകയും അതനുസരിച്ച് കേന്ദ്ര നിയമ കമ്മീഷൻ 16 ചോദ്യങ്ങളടങ്ങുന്ന ഒരു ചോദ്യാവലി പുറത്തിറക്കുകയും ചെയ്തു. എല്ലാവർക്കും അറിയുന്നത്. 45 ദിവസത്തിനകം ചോദ്യാവലിക്കുള്ള മറുപടി അറിയിക്കാനാണ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യമായാണ് കേന്ദ്ര സർക്കാർ ഒരു പൊതു സിവിൽ കോഡ് നടപ്പാക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ആരായാൻ വേണ്ടി നിയമ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു. മതസാമൂഹിക സന്നദ്ധ സംഘടനകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സർക്കാർ ഏജൻസികൾ മുതലായവർക്കെല്ലാം അഭിപ്രായങ്ങൾ സമർപ്പിക്കാം എന്നുണ്ട്. ചോദ്യാവലിയോടുള്ള ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞതിൻ്റെ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് കമ്മീഷന്റെ തീരുമാനം. ഇത് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ സംരക്ഷണത്തിനും പ്രതിരോധത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രസ്തുത ദേശീയ കമ്മീഷൻ പുറത്തിറക്കിയ ചോദ്യാവലിയോട് സഹകരിക്കുകയില്ല എന്ന് അതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതും നമുക്കറിയാം. ഈ സാഹചര്യത്തിലാണ് ഈ വിഷയം നമ്മുടെ ചർച്ചാ വിഷയമായി തീർന്നു. മുത്തലാഖ്, മറ്റൊന്ന് ബഹുഭാര്യത്വം. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും നടപ്പിലാക്കുകയെല്ലാം ചെയ്യുന്നത് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം വ്യക്തി നിയമം അൽ അഹ്വാലു ശഖ്സിയ്യ, ഖാനൂനുൽ അഹ്വാലി ശഖ്സിയ്യ അറബിയിൽ പറയും.
അല്ലെങ്കിൽ നിവാമുൽ അഹ്വാലി ഷഖ്സിയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം വ്യക്തി നിയമമാണ്. പലർക്കും അറിയാം, ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിൽ പരിമിതമായ ഏതാനും ചില കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള അനുവാദം നൽകിയ ഒരു നിയമം. വിവാഹമോചനം, അനന്തരാവകാശ നിയമം, വഖഫ്, വസിയ്യത്ത് മുതലായ ഏതാനും ചില കാര്യങ്ങളാണ് ഇതിന്റെ പരിധിയിൽപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം മാത്രമല്ല ഉള്ളത്. പലർക്കും ഒരു പക്ഷേ അറിയാത്തവരും ഉണ്ടാകും എന്നുള്ള എനിക്ക് പറയാം. എല്ലാ മതസ്ഥർക്കും വ്യക്തി നിയമങ്ങളുണ്ട്. ഇന്ത്യയിൽ 7 വ്യക്തി നിയമങ്ങളുണ്ട്. ഹിന്ദു വ്യക്തി നിയമം, ഹിന്ദു, ബുദ്ധ, ജൈന, സിഖ് വിഭാഗങ്ങളുടെ നാട്ടാചാരങ്ങൾ 2. 3 ഹിന്ദുക്കളുടെ ഗോത്ര നിയമങ്ങൾ. 4 ക്രിസ്ത്യൻ വ്യക്തി നിയമം. 5 പാഴ്സി വ്യക്തി നിയമം. 6 ജൂത വ്യക്തി നിയമം. 7 മുസ്ലിം വ്യക്തി നിയമം. ഇങ്ങനെ ഇന്ത്യയിലുള്ള വ്യത്യസ്ത മതക്കാർക്ക് അവരുടെ മതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുന്ന രൂപത്തിലുള്ള വ്യക്തി നിയമങ്ങൾ 7 എണ്ണം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ മതസ്ഥരെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇത്തരം നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ വ്യക്തികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. സമൂഹവുമായല്ല ഇതിന്റെ ബന്ധം, വ്യക്തികളുമാണ്. ഉദാഹരണം, അയാളുടെ ഭാര്യയെ തലാക്ക് ചെല്ലുക എന്നുള്ളത് അയാളുടെ ആഭ്യന്തര കാര്യമാണ്, അയാളുടെ വ്യക്തികാര്യം. ഇതിൽ മറ്റുള്ളവർക്ക് കൈകടത്തേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. അതേപോലെ ഒരാളുടെ മരണാനന്തര സ്വത്ത് വീതിക്കുക എന്നുള്ളത്, അനന്തര സ്വത്ത് വീതിക്കുക എന്നുള്ളത് അയാളുടെ വ്യക്തികാര്യമാണ്. ഒരാൾ 4 വിവാഹം കഴിച്ചു അല്ലെങ്കിൽ 3 വിവാഹം കഴിച്ചു, അതിലിവിടെയുള്ള മറ്റ് മതസ്ഥർക്കൊന്നും അത് നോക്കേണ്ടുന്ന കാര്യമില്ല. ഏത് മതസ്ഥരുടേതാണെങ്കിൽ, മുസ്ലിങ്ങളാണെങ്കിൽ ഒരു മുസ്ലിം 4 ഭാര്യമാരെ വിവാഹം കഴിച്ചതുകൊണ്ട് ഇവിടെയുള്ള ഹിന്ദുക്കൾക്കൊന്നും വരാനില്ല, സർക്കാരിനൊന്നും വരാനില്ല. അപ്പൊ അതേപോലെ വ്യക്തികളുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വ്യക്തി നിയമത്തിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ വ്യക്തി നിയമങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി നിയമമാണ് മുസ്ലിം പേഴ്സണൽ ലോ എന്ന പേരിലും മുസ്ലിം വ്യക്തി നിയമം എന്ന പേരിലുമെല്ലാം അറിയപ്പെടും. ഇവിടെ കേന്ദ്ര നിയമ കമ്മീഷന്റെ ചോദ്യാവലിയോട് സഹകരിക്കുന്നില്ലെങ്കിലും അതിൽപ്പെട്ട ചോദ്യങ്ങളിൽപ്പെട്ട നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ വായിക്കും. 16 ചോദ്യങ്ങളാണ് ചോദ്യാവലിയിലുള്ളത്.
അപ്പോൾ ദേശീയ നിയമ കമ്മീഷൻ പുറത്തിറക്കിയ 16 ചോദ്യാവലികളിൽ നിന്ന് ഒരു ചോദ്യമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണമെന്ന് ഭരണഘടന എല്ലാ സംസ്ഥാനങ്ങളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തുടർ നടപടി ആവശ്യമാണോ? മറ്റൊരു ചോദ്യമാണ് മുത്തലാഖ് നിരോധിക്കുകയോ ഭേദഗതിയോടെ നിലനിർത്തുകയോ ചെയ്യേണ്ടതുണ്ടോ? ചെയ്യണോ? മുത്തലാഖ് നിരോധിക്കുകയോ ഭേദഗതിയോടെ നിലനിർത്തുകയോ ചെയ്യണം. മറ്റൊരു ചോദ്യമാണ് ബഹുഭാര്യത്വവും സമാനമായ രീതികളും നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യും. മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ 3 വിഷയങ്ങൾ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ ഒന്ന് ഏകീകൃത സിവിൽ കോഡ്. മുമ്പ് ഒരു കഥയുണ്ട്. ഗ്രീസിലെ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ പേര് ഡയണീഷ്യസ് രാജാവ്. ഡയണീഷ്യസ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിറാക്യൂസിന്റെ ഒരു രാജാവ്. ആ രാജാവിന്റെ രാജസദസ്സിലെ ഒരു പ്രമുഖ അംഗം ഒരിക്കൽ രാജാവിനെ സംബന്ധിച്ച് ഒരാരോപണം നടത്തുകയുണ്ടായി. രാജാവ് എപ്പോഴും സുഖത്തിലും ഐശ്വര്യത്തിലും സമ്പത്തിലും അധികാരത്തിലും ഒഴുകി സുഖജീവിതം നയിക്കുകയാണ്. രാജാവിനെപ്പോഴും സുഖം തന്നെ, വളരെ സന്തോഷത്തോടുകൂടെ സുഖജീവിതത്തോടുകൂടെ ജീവിക്കുക. ഈ വിവരം രാജാവിനെത്തിയപ്പോൾ ഒരു രാജാവിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് രാജസദസ്സിനെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് രാജാവിന് തോന്നി. അങ്ങനെ രാജാവ് നല്ലൊരു വിഭവസമൃദ്ധമായ രാജകീയ വിരുന്നൊരുക്കി. അതിൽ നേരത്തെ പറഞ്ഞ ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അങ്ങനെ വിരുന്നെല്ലാം കഴിഞ്ഞ് സന്തുഷ്ടനായതിന്റെ ശേഷം രാജാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം എന്റെ സിംഹാസനത്തിൽ കയറി വന്നിരിക്കണം. അങ്ങനെ അദ്ദേഹം രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് സിംഹാസനത്തിൽ കയറി ഇരുന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഭയാനകമായ കാഴ്ചയാണ് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. ഒരു മുടിയിൽ കെട്ടിത്തൂക്കിയ ഒരു വാൾ, തലയുടെ മേലെ ഒരു നേരിയ മുടിയിൽ കെട്ടിത്തൂക്കിയ ഒരു വാൾ. ഇത് കണ്ട് ഇദ്ദേഹം വളരെ അസ്വസ്ഥനായി. അപ്പൊ ഇതിലൂടെ രാജാവ് പഠിപ്പിക്കുന്നത് ഒരു രാജാവിന്റെ അവസ്ഥ ഇതാണ്. ഏതവസരത്തിലും മുടിയേറ്റ് തലയിൽ പതിക്കാനുള്ള സാധ്യതയുള്ള ഒരവസ്ഥയിലാണ് ഒരു രാജാവുള്ളത്. എപ്പോഴും പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രാജാവ് ഇങ്ങനെ ചെയ്യും. ഇതാണ് ഇന്നറിയപ്പെടുന്ന, ഇന്ന് സാഹിത്യ ശൈലിയായി പറയുന്ന ഡെമോക്ലീസിന്റെ വാൾ. ഈ രാജസദസ്സിലുള്ള ഇദ്ദേഹത്തിന്റെ പേരാണ് ഡെമോക്ലീസ്. ഞാൻ നേരത്തെ പറയാതിരുന്നത്, നമ്മളെല്ലാം ഡെമോക്ലീസിന്റെ വാൾ പലപ്പോഴും പല ക്ലാസ്സുകളിലും വിദ്യാർത്ഥികളെല്ലാം ചോദിക്കാറുണ്ട്, എന്താണ് ഡെമോക്ലീസിന്റെ വാൾ എന്ന്. ചില ആളുകൾക്കെല്ലാം അറിയാം, ചില ആളുകൾക്ക് വ്യക്തമായി അറിയില്ല. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതേപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ മുസ്ലിങ്ങൾക്ക് എന്ന് മാത്രമല്ല ന്യൂനപക്ഷത്തിനെല്ലാം മതസ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മതം പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം.
അതേപോലെ മതം പ്രചരിപ്പിക്കുവാനും മതമനുസരിച്ച് പ്രവർത്തിക്കുവാനുമെല്ലാം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് മാർഗദർശക തത്വങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ 44-ാം ഖണ്ഡികയിൽ പറയുന്നത്, ഇതേപോലെ ഡെമോക്രീസിന്റെ വാള് മാതിരി മുസ്ലിങ്ങളുടെ തലയിൽ ഏതവസരത്തിലും വീഴുവാൻ പര്യാപ്തമായ ഒരു നിയമമാണ്. ജാതിമത ഭേദമന്യേ ബാധകമായ ഒരേകീകൃത സിവിൽ കോഡിന്റെ നിർമ്മാണത്തിന് രാഷ്ട്രം ബാധ്യസ്ഥമാണ്. അപ്പോൾ ഒരു ഏകീകൃത സിവിൽ കോഡ് നിർമ്മിക്കുവാൻ രാഷ്ട്രം ബാധ്യസ്ഥമാണ് എന്നുള്ളത് കൂടി മാർഗനിർദ്ദേശ തത്വങ്ങളിലുണ്ട്. മുസ്ലിങ്ങളുടെ വ്യക്തി നിയമത്തിന്, മുസ്ലിങ്ങളുടെ എന്നല്ല എല്ലാ വ്യക്തി നിയമത്തിൻ്റെയും നേരെ തലയിൽ പതിക്കാവുന്ന ഒരു വാളാണ് ഇത്. പ്രത്യേകമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അങ്ങനെ ഒരു ഏക സിവിൽ കോഡ് വന്നു എന്ന് നോക്കുക. ഇങ്ങനെ ഒരു ഏക സിവിൽ കോഡ് നടപ്പാക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പലപ്പോഴും പത്രങ്ങളിലും മറ്റുമെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ വീക്ഷണം നാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. രാജ്യത്തൊരു ഏക സിവിൽ കോഡ് നടപ്പാക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കും. അതേപോലെ മതസ്വാതന്ത്ര്യത്തിന്റെ നേരെയുള്ള കയ്യേറ്റമാണ്. ഇതേപോലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം രാഷ്ട്രീയ വീക്ഷണത്തിൽ കൂടെ അതിന്റെ അപകട നില വിവരിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വീക്ഷണത്തിൽ അങ്ങനെ ഒരു ഏക സിവിൽ കോഡ് ഇവിടെ വരികയാണെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, എന്ത് അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിന്റെ വ്യക്തി നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു ഏക സിവിൽ കോഡ് വരികയാണെങ്കിൽ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ദോഷം മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളുടെ വ്യക്തി നിയമത്തിനും. മറ്റു മതസ്ഥർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം മറ്റേത് മതസ്ഥരാണെങ്കിലും സാധാരണ സാമ്പാർ എന്ന് പറയാം. സാമ്പാർ എന്ന് പറഞ്ഞാൽ പല വസ്തുക്കളെല്ലാം സംഭരിച്ചു വെച്ച ഒരു കറിയാണ് സാമ്പാർ. ഇതേപോലെ മറ്റുള്ള മതങ്ങളൊക്കെ ഒരു സാമ്പാർ മതമാണ്. സാമ്പാറിൽ എന്തും ചേരും. സാമ്പാറിന്റെ പ്രത്യേകതയാണല്ലോ, എന്ത് പച്ചക്കറിയാവട്ടെ മാംസമാവട്ടെ മറ്റേതും ചേരുന്ന വന്നാണ് സാമ്പാർ കറി. അതിൽ ചേരാത്തൊന്നുമില്ല. അതേപോലെ മറ്റു മതസ്ഥരുടെ എല്ലാം മതം ഒരു സാമ്പാർ മതമാണ്. അതിൽ ചേരാത്തൊന്നുമില്ല. എന്ത് മാറ്റം വരുത്തിയാലും അവരുടെ മതം തന്നെയാണ്. ഒരു ഹിന്ദുവിന്റെ ഏത് വ്യക്തി നിയമം മാറ്റം വരുത്തിയാലും ഹിന്ദുത്വത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല, അവൻ ഹിന്ദു തന്നെ. ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഹിന്ദു തന്നെ, ദൈവവിശ്വാസം ഇല്ലെങ്കിലും ഹിന്ദു തന്നെ. ഏത് മാറ്റം വരുത്തിയാലും ഹിന്ദു തന്നെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. സാമ്പാർ മാതിരിയാണ്, എല്ലാം ചേരുന്ന മതങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇസ്ലാമിന്റെ ഓരോ വ്യക്തി നിയമങ്ങളും വിശുദ്ധ ഖുർആനിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലും ക്രോഡീകരിച്ചുണ്ടാക്കിയത്. ഇന്ത്യൻ വ്യക്തി നിയമമാണെങ്കിലും ഖുർആൻ, ഹദീസ്, അതേപോലെ ഫിഖ്ഹിന്റെ കിതാബ്, മദ്ഹബിന്റെ കിതാബുകളെല്ലാം ക്രോഡീകരിക്കപ്പെട്ടത്. അതെല്ലാം നോക്കി അതിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ട വിഷയം. അപ്പൊ ഇതിൽ വല്ല മാറ്റവും വരുത്തുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു ഏക സിവിൽ കോഡ് വരികയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ത്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ല, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന
എന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഏതൊരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിയും അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇന്ന കാര്യം ഇന്ന പ്രകാരം ചെയ്യണമെന്ന് അല്ലാഹുവോ അല്ലാഹുവിന്റെ റസൂലോ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായി പിന്നീട് അതിലൊരു സ്വാതന്ത്ര്യവുമില്ല. അവിടെ പിന്നീട് എല്ലാ യുക്തിയും നിർത്തിവെച്ച് അല്ലാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു, അത് അപ്പടി അനുസരിക്കുക എന്നല്ലാതെ കണ്ട് യാതൊരു മാർഗവുമില്ല. അവർക്ക് സ്വന്തമായി പിന്നീട് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അയ്യക്കൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരി. അപ്പോൾ ഇതാണ് മുസ്ലിമിന്റെ അവസ്ഥ. വമൻ യഅസില്ലാഹു റസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവിനും റസൂലിനും ഒരാൾ എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ വ്യക്തമായി വഴിതെറ്റിപ്പോയി, വഴി പിഴച്ചുപോയി എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇതനുസരിച്ച് ഇസ്ലാമിന്റെ വ്യക്തി നിയമങ്ങളിൽ ഏതൊരു നിയമവും എടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും തീരുമാനിച്ചതാണ്, അതിങ്ങനെയാവണം. അതങ്ങനെയാണെങ്കിൽ പിന്നീട് അവിടെ യുക്തിക്ക് സ്ഥാനമില്ല, ഹിക്മത്തിന് സ്ഥാനമില്ല. ഒന്നും നോക്കാതെ കണ്ട് അള്ളാഹ് എങ്ങനെ പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു, അത് അപ്പടി സ്വീകരിക്കുക മാത്രമേ നിവൃത്തിയൂ. ഇതാണ് മുസ്ലിമിന്റെ വ്യക്തി നിയമത്തിന്റെ അവസ്ഥ. ഈ അവസരത്തില് ഇസ്ലാമിക വ്യക്തി നിയമം മാറ്റിമറിച്ചു. അതനുസരിച്ച് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹിന്ദു അവന്റെ മതത്തിന്റെ നിയമങ്ങൾ മാറ്റം മറിച്ചാൽ ഹിന്ദു അല്ലാതിരിക്കുകയില്ല. മുസ്ലിം അങ്ങനല്ല. മുസ്ലിമിന്റെ നിയമത്തിൽ ഏതെങ്കിലും ഒരു നിയമത്തിന് മാറ്റം വരുത്തിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അവന്റെ പേര് മറ്റൊന്നായി കാഫിർ എന്നായി. മഹാനായ അശ്ശൈഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം, മഹാനായ വലിയ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമിഹി ഫിദ്ദാറൈൻ, മഹാനവറുകൾ അദ്ദേഹത്തിന്റെ മുർശിദുത് തുല്ലാബ് എന്ന കിതാബിൽ, ആ കിതാബിന്റെ ആദ്യത്തില് ജിദ്ദത്തിന്റെ ബാബിൽ പറയുകയുണ്ടായി, وَمِمَّا يَعُمُّ بِهِ الْبَلْوَى جَعِلُ قَانُونِ الْكَافِرِ كَقَانُونِ الشَّرْعِ فِي فَصْلِ الْقَضَايَا فَإِنَّهُ كُفْرٌ سَوَاءٌ كَانَ بِقَلْبٍ أَوْ لِسَانٍ وَكَذَا تَصْوِيبُهُ وَظَنُّ الْمَصْلَحَةِ فِيهِ. സാധാരണ പലപ്പോഴും വന്നു ചേരാറുള്ള ഒരു അപകടകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നു, കാഫിറിന്റെ കാനൂന് നിയമം ശറഇന്റെ കാനൂന് പോലെ സ്ഥാനം കൽപ്പിക്കും. ഇത് കുഫറാണ്. അത് ഹൃദയത്തിൽ അങ്ങനെ വിശ്വസിക്കലാവട്ടെ, അത് നാവുകൊണ്ട് പറയലാവട്ടെ, അത് ശരിയെന്ന് പറയലാവട്ടെ, മസ്ലഹത്ത് അതിലാണെന്ന് പറയലാവട്ടെ, ഏതാണെങ്കിലും ഫഇന്നഹു കുഫ്റുൻ എന്ന് പറയും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ, അങ്ങനെ ഏക സിവിൽ കോഡ് വരികയാണെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വരെ കാരണമാണ്. ഇതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. നേരത്തെ രാഷ്ട്രീയ വീക്ഷണം അത് മതേതരത്വത്തിനെതിരാണ് എന്നോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നൊക്കെ അവർ പറയും. നമ്മൾ പറയുന്നതല്ല. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മുസ്ലിം പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഏക സിവിൽ കോഡിനെ പറ്റി ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി മറ്റൊരു വിഷയം, രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, സമയം കുറവാണ്. മറ്റൊന്ന് മുത്തലാഖ്. ചോദ്യത്തിലെ മുത്തലാഖ് നിരോധിക്കുകയോ ഭേദഗതിയോടെ നിലനിർത്തുകയോ ചെയ്യും. ചോദ്യം തന്നെ വളഞ്ഞ ചോദ്യമാണ്. മുത്തലാഖ് അതേപോലെ നിലനിർത്തണോ അതോ ഭേദഗതി ചെയ്യണോ നിർത്തലാക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിയായ ചോദ്യമായി. ഇതങ്ങനെയല്ല, വളഞ്ഞ ചോദ്യമാണ്. ചോദ്യം മുത്തലാഖ് നിരോധിക്കുകയോ ഭേദഗതിയോടെ നിലനിർത്തുകയോ ചെയ്യണോ. അപ്പം മുത്തലാഖ് അതേപോലെ നിലനിർത്തുന്ന അഭിപ്രായമില്ല. ഉള്ളത് ഇത് രണ്ടുമാണ്. ഒന്നുകിൽ ഭേദഗതിയോടുകൂടെ നിലനിർത്തുക, അല്ലെങ്കിൽ നിരോധിക്കുക. നിങ്ങളിപ്പോ സാധാരണ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഭാര്യയെ തല്ലലിപ്പോ നിർത്തിയോന്ന് ചോദിച്ചു.
നിങ്ങൾ ഭാര്യയെ തല്ലൽ നിർത്തിയോ എന്ന് ചോദിച്ചാൽ ആണ് അതെ എന്ന് പറയാനും വയ്യ, ഇല്ല എന്ന് പറയാനും വയ്യ. അതെന്ന് പറഞ്ഞാൽ ഭാര്യയെ തല്ലൽ നിർത്തിയോ, അതെ എന്ന് പറഞ്ഞത് അർത്ഥം മുമ്പ് തച്ചിരുന്നു, ഇപ്പൊ തല്ല് നിർത്തി. ഇല്ല എന്ന് പറഞ്ഞാൽ ഭാര്യയെ തല്ല് നിർത്തിയിട്ടില്ല, ഇപ്പോഴും തല്ലുകയാണ്, തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ അതിൽപ്പെട്ടൊരു ചോദ്യമാണ്. രണ്ട് കാര്യം ചോദിക്കുന്നത്, മുത്തലാഖ് നിരോധിക്കുകയോ ഭേദഗതി ചെയ്യുകയോ അല്ല, മുത്തലാഖ് നിരോധിക്കുകയോ ഭേദഗതിയോടെ നിലനിർത്തുകയോ ചെയ്യണം. അപ്പൊ ഏതാവട്ടെ, മുത്തലാഖ് എന്നാൽ എന്ത്, അത് നാം ചിന്തിക്കും. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ് എന്നർത്ഥം. അപ്പൊ 3 പ്രാവശ്യം തലാഖ് ചെല്ലിയാല് നിയമപരമായ രൂപത്തിൽ 3 തലാഖ് ഒരാൾ ചെല്ലി എന്ന് വെക്കുക. വിശുദ്ധ ഖുർആനിലെല്ലാം പറഞ്ഞില്ല, അത്തലാഖു മറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. തലാഖ് 2 തവണകളാണ്. 2 തവണകളായി തലാഖ് ചെല്ലും. ഒറ്റയടിക്ക് തന്നെ തലാഖ് ചെല്ലലല്ല, അത്തലാഖു മറത്താനി. ആദ്യം ഒരു തലാഖ് ചെല്ലി പിന്നീട് 2ാം തവണ മറ്റൊരവസരത്തിൽ ശുദ്ധിയായതിന്റെ ശേഷം, ശുദ്ധി എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഒരു ശുദ്ധിയിൽ തന്നെ 3 തലാഖ് ചെല്ലലല്ല ഇസ്ലാമിന്റെ ശരിയായ വിധി. 2 തവണകൾ. എന്നിട്ട് അതിന്റെ ശേഷം ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ, നല്ല നിലയിൽ നിർത്തുകയോ അല്ലെങ്കിൽ മാന്യമായി വിട്ടയക്കുകയോ ചെയ്യുക. ഇങ്ങനെ 3ാം തലാഖ് കൂടി കഴിഞ്ഞാൽ ഫഇൻ തല്ലഖഹാ ബഅദു ഫലാ തഹില്ലു ലഹു ഫഇൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറ. 3ാം തവണയും പിന്നെയും തലാഖ് ചൊല്ലിയാൽ ഇവന് വീണ്ടും അനുവദനീയമാവണമെങ്കിൽ മറ്റൊരു ഭർത്താവിന് വിവാഹിതയാണ്, എന്നാലേ അനുവദനീയമാകൂ. ഇതും മുത്തലാഖ് തന്നെ. പക്ഷേ ഇന്ന് സാധാരണ നമ്മുടെ വിവാദ വിഷയമായ മുത്തലാഖ് ഇതല്ല. ഒരേ ഇരുപ്പിൽ തന്നെ 3 തലാഖ് ചെല്ലും. അന്തി താരിക്കും, അറബിയിൽ പറഞ്ഞാൽ അന്തി താരിക്കും തലാഖ്. ഇങ്ങനെ ഒറ്റയടിക്ക് തന്നെ 3 തലാഖ് ചെല്ലുന്നതിനാണ് മുത്തലാഖ് എന്ന് ഇന്ന് വിവാദ വിഷയമായ മുത്തലാഖ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഇസ്ലാം ചെയ്യുന്ന ഏറ്റവും വലിയ ഇസ്ലാമിക നിയമത്തിലുള്ള ഏറ്റവും വലിയ ഒരു ദ്രോഹമായി കണക്കാക്കുന്നത്. ഇതാണ് സ്ത്രീകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത്രേ ഇത്. സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കുന്നു, ഫോണിൽ കൂടി 3 തവണ തലാഖ് പറഞ്ഞ് നശിപ്പിക്കേണ്ടതാണോ മുസ്ലിം സ്ത്രീകളുടെ ജീവിതമെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. പുരുഷന്മാർക്കൊപ്പം തുല്യാവകാശം കിട്ടാൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേപോലെ CPM വനിതാ സംഘടനയുടെ സെക്രട്ടറിയായ സതീദേവി മുസ്ലിം വിവാഹമോചന നിയമമായ മുത്തലാഖും തലാഖും ബഹുഭാര്യത്വവും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് കാരണം തലാഖും മുത്തലാഖും ഏകപക്ഷീയമായ പുരുഷാധികാരങ്ങളാണെന്നും അത് നിരോധിക്കണമെന്നും വിശദീകരിക്കുന്നു. ഇവിടെ പുരുഷാധികാരം വലിയ തെറ്റ് പറയുന്നത്, തലാഖ് മുത്തലാഖ് എല്ലാം വിരോധിക്കാനുള്ള കാരണം പറയുന്നത് പുരുഷാധിപത്യം, പുരുഷാധികാരം. പുരുഷൻ, സ്ത്രീയുടെ ആധിപത്യം പുരുഷനുണ്ടാവരുത്, പുരുഷന് സ്ത്രീയുടെ മേധാവിത്വം ഉണ്ടാവരുത്. അപ്പൊ സ്ത്രീയായി മേധാവി ആവേണ്ടത് എന്നോ അല്ലെങ്കിൽ പിന്നീട് ആരായിരിക്കണം, ആർക്കുമില്ല എന്ന് പറയാം. 3 സാധ്യതകളുള്ളത്. ഒന്നുകിൽ പുരുഷൻ മേധാവിയാവുക, സ്ത്രീ പുരുഷന് അനുസരിക്കുന്ന അനുവർത്തിയായി. 2ാമത്തെ സാധ്യതയാണ് സ്ത്രീ മേധാവിനിയാവും.
പുരുഷൻ സ്ത്രീയുടെ കീഴിലാണ്. മൂന്നാമത്തെ രണ്ടാൾക്കും വേണ്ടെന്ന്, മേധാവിത്വം ആർക്കും വേണ്ട. 3 സാധ്യതയല്ലേ ഉള്ളൂ. എന്നാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളല അല്ലാഹു ബിഹി ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. പുരുഷന്മാര് സ്ത്രീകളുടെ മേധാവികളാണ്. കാരണം സ്ത്രീകൾക്ക് ചെലവ് ചെയ്യുന്നത് പുരുഷന്മാരാണ്. ഇതാണ് ഇസ്ലാമിന്റെ നിയമവും ഇസ്ലാമിന്റെ ആദാബുകളും അല്ലാഹുവും റസൂലും പറഞ്ഞതൊക്കെ അങ്ങനെയാണ്. സ്ത്രീ വീട്ടിലെ രാജ്ഞിയായി ഇരിക്കുക, ഇതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. വൽമർഅത്തു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹ, ഇതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇന്നങ്ങനല്ല. സ്ത്രീ പുറത്തിറങ്ങി ഫാക്ടറികളിലും മറ്റുമെല്ലാം പുരുഷനോടൊപ്പം തൊഴിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല കൽപ്പിക്കുന്ന അങ്ങനെയാണ്, പുരുഷൻ സ്ത്രീയുടെ മേധാവി. അപ്പൊ മേധാവിത്വം പുരുഷന്, ഇത് ഇസ്ലാമിൽ മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരേക്കും, ഈ അടുത്ത കാലം വരേക്കും പുരുഷനാണ് മേധാവി എന്ന് വിശ്വസിച്ചുകൊണ്ടേ ഇരുന്നിരുന്നത്. സ്ത്രീക്ക് മേധാവ്. കാരണം ഭാര്യ ഭർത്താവ്, മലയാളത്തിലുള്ള പേര് തന്നെ ഭാര്യ. ഭർത്താവ് തന്നെ ഭരിക്കുന്നവനെന്ന്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവനാണ്. അപ്പൊ ആ പേര് തന്നെ, ഭാര്യ ഭർത്താവ് എന്നുള്ള പേര് തന്നെ ഇത് സൂചിപ്പിക്കുന്നു. മേധാവിത്വ പുരുഷനാണ് സ്ത്രീക്കാൻ. അപ്പൊ ഇന്ന് വലിയ തെറ്റായി മാറിയിരിക്കുകയാണ് പുരുഷൻ മേധാവിയായിരിക്കും. അപ്പൊ ഏതാവട്ടെ, അപ്പൊ തലാഖിൽ ഇസ്ലാമിക നീതിയില്ല എന്ന് പറയുവാനുള്ള കാരണം, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് സ്ത്രീയെ നശിപ്പിക്കലാണ് തലാഖ്. എന്നാൽ ഇസ്ലാമിലെ തലാഖ് സ്ത്രീകളെ നശിപ്പിക്കലല്ല, സ്ത്രീകളെ മോചിപ്പിക്കലാണ്. സ്ത്രീകളെ മോചനമാണ് തലാഖിന്റെ ലക്ഷ്യം. സ്ത്രീകളെ നശിപ്പിക്കലല്ല. ഇതറിയാനേ ഇസ്ലാമിന്റെ മുമ്പുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു ലോകത്തിന്റെ അവസ്ഥ? ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, തലാഖ് ഇസ്ലാം നിയമമാക്കിയതിലൂടെ എത്രത്തോളം അനുഗ്രഹമാണ് മനുഷ്യന് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ജാഹിലിയ്യ കാലത്ത് ഇസ്ലാം വന്ന ഉടനെയും പ്രത്യേക നിയമങ്ങളെല്ലാം വരുന്നതിന്റെ മുമ്പുമുള്ള അവസ്ഥ, ഒരാൾക്ക് പ്രാവശ്യമാണ് തലാഖ്. 100 പ്രാവശ്യം തലയിലേക്ക് പോന്നു. എങ്ങനെ 100 പ്രാവശ്യം തലാഖിയാൽ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ വല്ല കുഴപ്പമോ വക്രണമോ എല്ലാം ഉണ്ടാകുകയാണെങ്കിൽ ഭാര്യയോട് ഭർത്താവ് പറയും, നിന്നെ ഞാൻ കാണിച്ചു തരാം, നീ വിവാഹിതയുമല്ല വിവാഹമോചിതയുമല്ലാത്ത രൂപത്തിൽ ഞാൻ നിന്നെ വിടുമെന്ന്. അതെങ്ങനെയാണ്? ആദ്യം തലാഖ് ചൊല്ലും. തലാഖ് ചൊല്ലി യുദ്ധ കയ്യാറാവുമ്പോൾ എടുക്കും. എടുത്തതിന്റെ ശേഷം പിന്നെയും തലാഖ് ചൊല്ലും. പിന്നെയും അതേപോലെ തന്നെ യുദ്ധ കയ്യാറാകുന്ന നേരത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ പിന്നെ വീണ്ടും മടക്കിയിടും. പിന്നെയും തലാഖ് ചൊല്ലും. ഇങ്ങനെ 100 പ്രാവശ്യം വരെ അല്ലെങ്കിൽ അതിലധികമോ തലാഖിന് യാതൊരു നിബന്ധനയും വ്യവസ്ഥയും പരിധിയും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ജാഹിലിയ്യ കാലം. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുകയാണ് ചെയ്തത് ഇസ്ലാം. അത്തലാഖു മർറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞ ആയത്തിലൂടെ തലാഖിന് വ്യവസ്ഥയും പരിധിയുമുണ്ട്. ഏറി വന്നാൽ 3 തലാഖ് വരെ ചെല്ലാവൂ, അതിന്റെ അപ്പുറം തലാഖ് ചെല്ലാൻ പാടില്ല എന്ന്. ഫഹാദിഹിൽ ആയത്തുൽ കരീമത്തു റാഫിയത്തുൽ ലിമാ കാന അലൈഹിൽ അംറു ഫി ഇബ്തിദാഇൽ ഇസ്ലാം മിൻ അന്ന അർ-റജുല അഹഖു ബിറജിയത്തി ഇംറഅത്തിഹി വഇൻ തല്ലഖഹാ മിഅത്ത മറ മാ ദാമത് ഫിൽ.
ഫലമ്മാ കാന ഫീ ഹാദാ ദററുൻ അല സൗജാത്തി ഹസ്സറഹുമുല്ലാഹു തആല ഇലാ സലാസി തൽഖാത്ത് വഅബാഹ الرجعة في المرة والثنتين فأبانها بالكلية في الثالثة തഫ്സീർ ഇബ്നു കസീർ. അപ്പം മുൻകാലത്തുണ്ടായിരുന്ന എത്രയോ പ്രാവശ്യം പരിധിയില്ലാത്ത തലാഖിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇസ്ലാം ചെയ്തത്. ഇത് സ്ത്രീകൾക്ക് ഗുണമോ ദോഷമോ നാം തീരുമാനിക്കുക. ഇതുകൊണ്ട് ഈ ഇസ്ലാമിന്റെ വിധി കൊണ്ട്, തലാഖിന്റെ വിധി കൊണ്ട് സ്ത്രീകൾക്ക് ലഭിച്ചത് അനുഗ്രഹമാണോ അതോ ശാപമാണോ? ശാപമാണെന്ന് ആരും പറയില്ല. ഇസ്ലാം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് തലാഖ്. അതേപോലെ ഹിന്ദുക്കളുടെ വേദകാലഘട്ടത്തിന്റെ ശേഷം വിവാഹമോചനം പാടില്ലായിരുന്നു, തലാഖ് പാടില്ലായിരുന്നു. അതേപോലെ ഒരു വിധവയാവുകയാണെങ്കിൽ വിധവയെ വിവാഹം കഴിക്കാൻ പാടില്ല, പുനർവിവാഹം നിഷിദ്ധമായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീക്ക് തലാഖ് ചെല്ലുവാനുള്ള എല്ലാ അധികാരവും നിഷിദ്ധമാക്കപ്പെട്ടിരുന്നു അടുത്ത കാലം വരെ. എന്ന് പറഞ്ഞാൽ 946 വരെ. 1946 ഹിന്ദു സ്ത്രീകൾക്ക് വിവാഹമോചനാവകാശം ലഭിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ മുമ്പുണ്ടായിരുന്ന മറ്റ് മതങ്ങളുടെ അവസ്ഥ. ഇനി ക്രിസ്തീയ മതം അതേപോലെ ഏറ്റവും വലിയ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഒരു ഭർത്താവ് മരിച്ചാൽ സ്ത്രീ ഭർത്താവിന്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നായിരുന്നു നിയമം. സതി എല്ലാവർക്കും അറിയാമല്ലോ, അതിന് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതും നിർത്തലാക്കി 1831 ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെന്റിക് നിയമം മൂലം സതി നിരോധിച്ചു. ഇനി ക്രിസ്ത്യാനികളുടെ നിയമം നമുക്ക് നോക്കാം. ക്രിസ്ത്യാനികളുടെ നിയമം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. അറബിയിൽ വായിക്ക ആദ്യം. വഖീല മൻ തല്ലഖ ഇംറഅതഹു ഫൽയുഅതിഹാ കിതാബ തലാഖ് വമ്മാ അന ഫഅഖൂലു ലക്കും ഇന്ന മൻ തല്ലഖ ഇംറഅതഹു ഇല്ലാ ലിഇല്ലത്തി സിനാ യജ്അലുഹാ തസിനി വമൻ യതസവ്വജ മുതല്ലഖതൻ ഫഇന്നഹു യസിനി. ഇതിനെ മത്തായിയുടെ സുവിശേഷത്തിന്റെ പരിഭാഷയിൽ എഴുതുന്നു. ഇതിന്റെ പരിഭാഷയാണ്: ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു. ഞാൻ പറഞ്ഞാൽ ഈസാ നബിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗമം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കും. ഭർത്താവ് ഉപേക്ഷിച്ചവരെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യും. അപ്പോൾ ഒരു വിധവയെ ഒരാൾ വിവാഹം കഴിച്ചാൽ അത് അവളുമായി വ്യഭിചാരം നടത്തലാണ്. ഇതായിരുന്നു ക്രിസ്തീയ നിയമം. ഈ വിഷയം തന്നെ ലൂക്കോസിന്റെ ഇഞ്ചീലിൽ സുവിശേഷത്തിൽ പറയുന്നു. ഇതേ വിഷയം തന്നെ കുല്ലുമൻ യുതല്ലിഖു ഇംറഅതഹു വതതസവ്വജു ബിഉഖറ കുല്ലുമൻ യുതല്ലിഖു ഇംറഅതഹു വയതസവ്വജു ബിഉഖറ യസിനി വകുല്ലുമൻ യതസവ്വജു ബിമുതല്ലഖത്തിൻ മിൻ റജുലിൻ യസിനി. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യും. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യും. അപ്പോ ഒരു വിധവയെ അല്ലെങ്കിൽ മുതല്ലഖത്ത് വിവാഹം ഉപേക്ഷിച്ചവരെ വിവാഹം കഴിക്കുക എന്നുള്ളത് വ്യഭിചാരമായി കണക്കാക്കിയിരുന്ന അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദ്യത്തിൽ അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ കുടുങ്ങിയത് തന്നെ, പിന്നെ രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഇതായിരുന്നു അവസ്ഥ. അപ്പോൾ ഇസ്ലാമിലൂടെ എന്ത് ഒരു മോചനം കിട്ടി.
ഒരു നിവൃത്തിയുമില്ലാത്ത, ഒരു നിലക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഉണ്ടായി. ഒരു സുഖവുമില്ല. ലോകത്തിലെ നരകം കാണണമെങ്കിൽ ആ കുടുംബത്തിലേക്ക് നോക്കിയാൽ മതി. ലോകത്തിലെ സ്വർഗം കാണാൻ ഒരു നല്ല കുടുംബജീവിതം, സ്നേഹമുള്ള ഭാര്യയും സ്നേഹമുള്ള മക്കളും മറ്റുമെല്ലാം ആവുകയാണെങ്കിൽ അത് ദുനിയാവിലെ സ്വർഗമാണെന്ന് പറയും. അതേപോലെ ദുനിയാവിലെ നരകമാണ്. ഒരു നിലക്കും ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഒരു യോജിപ്പും ഇല്ലാതെ എപ്പോഴും കീരിയും പാമ്പും കണ്ടാൽ മതി. ഈ ഒരവസ്ഥ വന്നാൽ പിന്നീട് മോചനം ലഭിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അവിടെ വിവാഹബന്ധം ഏർപ്പെടുത്തുക. ഇത് ചെയ്തു തന്നത് ഇസ്ലാമാണ്. ഇസ്ലാമാണ് ഇസ്ലാമിന്റെ മഹത്വം, ഇസ്ലാമിന്റെ നിയമം. അപ്പോൾ ഈ തലാഖ് നിയമമാക്കിയത് അനുഗ്രഹമാണോ സ്ത്രീകൾക്ക്, അതല്ല ശാപമാണോ? ശാപമെന്ന് ആരും പറയും. അപ്പൊ മുസ്ലിങ്ങളെ നശിപ്പിക്കലാണോ, അതല്ല മുസ്ലിങ്ങൾക്ക്, മുസ്ലിം സ്ത്രീകളെ നശിപ്പിക്കലാണോ തലാഖ്, അതല്ല മുസ്ലിം സ്ത്രീകൾക്ക് അനുഗ്രഹമാണോ, അവരെ വിഷമത്തിൽ നിന്ന് വേർപ്പെടുത്തലാണോ, മോചനം നൽകലാണ്? തീർച്ചയായും മോചനമാണ്, അല്ലെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. മറ്റൊന്ന്, അവരുടെ വാദങ്ങൾപ്പെട്ടൊരു വാദമാണ് ലിംഗസമത്വം ഉറപ്പുവരുത്താൻ, സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ ഇസ്ലാമിലെ മുത്തലാഖും ബഹുഭാര്യത്വവും നിരോധിക്കണമെന്നാവശ്യം. ലിംഗസമത്വം എന്താണ്? ഈ ലിംഗസമത്വം, ആണിന്റെയും പെണ്ണിന്റെയും ലിംഗം ഒരിക്കലും സമമാവില്ല. പണ്ട് പഴയകാലത്ത് ഒരു ചർച്ച വന്ന് ഒരു സ്ത്രീ ഒരു ഉസ്താദിനോട് ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷന്റെ തുല്യതാവകാശം വേണം, സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ഒരു ഉസ്താദാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, അശ്ലീല മറുപടിയാണ് എങ്കിലും പറയാം, ഹമാരെ പാസ് തൽവാർ ഹേ തുമാരെ പാസ് നിയാം ഹേ. പറഞ്ഞാല് അശ്ലീലം ചിലപ്പോൾ പറയേണ്ടതായി വരും. അശ്ലീല വാക്കുകൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അശ്ലീലമായി തന്നെ പറഞ്ഞാലേ ആ വാക്കിന് ശക്തി ഉണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅസ്സാ ബിഅസായിൽ ജാഹിലിയ്യത്തി ഫഅഇല്ലൂഹു ബിഹദി അബീഹി വലാ തഖിലു. അൽഫിലെല്ലാം ഹാലിനെ പറ്റി പറഞ്ഞെടുത്ത് അൽഫിലെല്ലാം പഠിച്ചതാണല്ല. അപ്പൊ ജാഹിലിയ്യ കാലത്തുള്ള കുടുംബ പരമ്പരയും കുടുംബ മഹാത്മ്യം എല്ലാം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവനോട് പറയേണ്ടുന്ന വാക്ക് ഉള്ള ദക്കറ അബീക്ക എന്ന് പറഞ്ഞു. അവിടെ വലാ തഖ്നൂഹു എന്ന് പറഞ്ഞു. ഇത് അശ്ലീലമാണെന്ന് കരുതി ഹനി എന്ന പദം നിങ്ങൾ ഉപയോഗിക്കാൻ പോകണ്ട, അശ്ലീല പദം തന്നെ ഉപയോഗിക്കണം. ഉള്ള ഹനാബീക്ക എന്ന് പറയരുത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അശ്ലീല വാക്കായി ഉള്ള ദക്കറ അബീക്ക എന്ന് തന്നെ പറയും. അതേപോലെ ഈ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ളത് വാളാണ്, നിങ്ങളുടെ കയ്യിലുള്ളത് ഉറയാണ്. അപ്പൊ ലിംഗസമത്വം ഇതാണ്. ലിംഗസമത്വം എന്നുള്ളത് എന്താണ്? ഈ ലിംഗസമത്വം വാളും ഉറയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴുണ്ടാവും. അപ്പോൾ ലിംഗസമത്വം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ കഴിയാത്ത ഒരു സങ്കല്പനമാണ്. ഇതിലെന്ന് മാത്രമല്ല സ്ത്രീയുടെയും പുരുഷന്റെയും. സ്ത്രീ ഗർഭം ധരിക്കുന്നു എന്നാ പറയാ ലിംഗസമത്വം വേണമെങ്കിൽ, യഥാർത്ഥ ലിംഗസമത്വം വേണമെങ്കിൽ പെണ്ണിനോട് പറയാ, ഇനി ഞാൻ ആണിനോട് പെണ്ണ് പറയാം, ഒരുപാട് കാലം ഞാൻ ഗർഭം ധരിച്ചു, ഇനി നിങ്ങളൊന്ന് ചെയ്യും എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ആർത്തവം ഉണ്ടാകുന്നു, പുരുഷൻ ആർത്തവം ഉണ്ടാകുന്നില്ല. ഇനി കുറച്ചു കാലം പുരുഷൻ ആർത്തവം ഉണ്ടാകും. ഇതേപോലെ സ്ത്രീയുടെ ശരീരത്തിൽ തന്നെ, ശരീര പ്രകൃതി തന്നെ ഒരിക്കലും പുരുഷന്റെ ശരീര പ്രകൃതിയുമായി യോജിക്കാത്ത. അപ്പൊ ഒരിക്കലും പ്രകൃതിയാ തന്നെ ലിംഗസമത്വം എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ലിംഗസമത്വം ഇല്ല എന്നുള്ളത് തന്നെ ലിംഗസമത്വം എന്നത് തന്നെ ഒരു അസംഭവ്യമായ കാര്യമാണ്.
അപ്പോൾ അസംഭവ്യമായ കാര്യത്തിന്റെ മേലിൽ ബന്ധിപ്പിക്കുന്ന കാര്യവും അസംഭവ്യം തന്നെയാണ്. വൽ മുഅല്ലഖു അലൽ മുഹാലി മുഹാൽ. അപ്പോൾ നമുക്ക് മുത്തലാഖിനെ പറ്റി അതിൻ്റെ ഇസ്ലാമിക വിധിയുണ്ട്. മുത്തലാഖ് അനുവദനീയ, മുത്തലാഖ് പറഞ്ഞാൽ ഒരടിക്ക് തന്നെ ഒറ്റടിക്ക് തന്നെ 3 തലാഖ് ചൊല്ലിയാൽ അത് അനുവദനീയമാണോ അല്ലേ? അനുവദനീയമാണെങ്കിൽ തന്നെ അങ്ങനെ 3 തലാഖ് ചൊല്ലിയാൽ 3 തലാഖായി കണക്കാക്കപ്പെടുമോ അതോ ഇല്ലയോ? ഈ 2 വിഷയം ഹദീസിന്റെ അടിസ്ഥാനത്തിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. 3 തലാഖ് ഒരവസരത്തിൽ തന്നെ ഒറ്റടിക്ക് തന്നെ ചെയ്യല് ഹറാമാണ് എന്നാണ് ഇമാം അബൂ ഹനീഫയും ഇമാം മാലിക്കും പറയുന്നത്. ഒറ്റടിക്ക് 3 തലാഖ് അല്ല, ഹറാമും ബിദ്അത്തുമാണ്. ഇത് തന്നെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹും ഇവരുടെ എല്ലാം അഭിപ്രായം. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഈ തലാഖ് ഹറാമല്ല, സുന്നത്തിനെതിരെ അത് പറയും. സുന്നത്ത് നേരത്തെ പറഞ്ഞതുപോലെ 3 തവണകളായി അത്തലാഖു മർറത്താനി ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞതുപോലെ 3 തവണകളായി ചെല്ലലാണ് സുന്നത്ത് മുസ്തഹബ്. അപ്പൊ ഇങ്ങനെ ഒരാൾ തലാഖ് ചൊല്ലുകയാണെങ്കിൽ അനുവദനീയം തന്നെയാണ്, പക്ഷെ സുന്നത്തിനെതിരെ എന്ന് മാത്രമേ പറയാവൂ. ഇങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തുണ്ട്. ദാവൂദുൽ ലാഹിരി മുതലായ ആളുകൾ ഈ അഭിപ്രായം പറഞ്ഞു. ഇതിലെ ഇമാം അബൂ ഹനീഫയുടെ തെളിവ്, ഇമാം അബൂ ഹനീഫ അതേപോലെ ഹറാമാണെന്ന് പറഞ്ഞവരുടെ തെളിവ് മഹ്മൂദ് ബിൻ ലബീദിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം നസായി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഉഖ്ബിറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റജുലിൻ തല്ലഖ ഇംറഅതഹു സലാസത തരീഖാത്തിൻ ജമിയ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 3 തലാഖ് ഒറ്റടിക്ക് ചൊല്ലി എന്ന വിവരം റസൂലുള്ളാഹിയോട് പറയപ്പെട്ടപ്പോൾ ഫഖാമ ഗളുബാൻ, റസൂലുള്ളാഹി കോപിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും റസൂലുള്ളാഹി പറഞ്ഞു അയുൽ അബു ബി കിതാബില്ലാഹി വ അന ബൈന അദ്ഹുരി, അള്ളാഹിന്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ അള്ളാഹിന്റെ ഗ്രന്ഥം കൊണ്ട് കളിക്കുകയാണോ? അപ്പൊ ഒരാൾ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹി അലാ അഖ്തുലുഹു, ഞാൻ ഇദ്ദേഹത്തെ കൊല്ലട്ടയോ എന്ന് ചോദിച്ചു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ റസൂലുള്ളാഹി കോപിച്ചു ഇത് കേട്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 3 തലാഖ് എല്ലാം ഹറാമാണ് എന്നാണ്, ഒറ്റടിക്ക് 3 തലാഖ് എല്ലാം ഹറാമാണെന്നാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുമാ പറയുന്നു. അതുപോലെ മറ്റൊരു തെളിവാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഇന്ന ഉമർ റളിയല്ലാഹു അൻഹു കാന ഇദാ ഉതിയ ബിറജുലിൻ തല്ലഖ ഇംറഅതഹു സലാസൻ ഔജഅ ലഹു. ഒരാൾ 3 ഭാര്യയെ 3 തലാഖ് ഒറ്റടിക്ക് ചൊല്ലി എന്ന ആരോപണവുമായി ഏതെങ്കിലും പുരുഷന്മാരെ കൊണ്ടുവന്നാൽ അദ്ദേഹം ചാട്ടവാറുകൊണ്ട് പുറത്തടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഹറാമാണെന്ന് പറഞ്ഞവരുടെ തെളിവ്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു ഹറാമല്ല. അതിന് കാരണം ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഒരു ഹദീസിൽ, ലിആനിന്റെ ഹദീസിൽ, ലിആനും അറിയുന്നവിടെ കൂടിയവർക്കെല്ലാം മിക്കവാറും അറിയാം എന്ന് കരുതി ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഉവൈമിറുൽ അജിലാനി എന്ന് പറയുന്ന ഒരാള് റസൂലുള്ളാഹിയോട് വന്ന് ചോദിച്ചു, ഒരാൾ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യന്റെ കൂടെ ഒരു അന്യപുരുഷനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഇതിനാദ്യം മറുപടി പറഞ്ഞില്ല. പിന്നീടാണ് തെളിവൊന്നുമില്ല. സാധാരണ വ്യഭിചരിച്ചു എന്ന് തെളിവുണ്ടാവുകയാണെങ്കിൽ 4 സാക്ഷികൾ സാക്ഷി നിൽക്കണം. ഇവിടെ 4 സാക്ഷിയൊന്നുമില്ല, ഇവ മാത്രമേ ഉള്ളൂ.
ഇത് കണ്ടത് ഭർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയാണ് ലിആനിന്റെ ആയത്തിറങ്ങിയത്. അപ്പൊ ഈ ലിആൻ, ഈ ഉവൈമിറുൽ അജ്ലാനി അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ലിആൻ ചെയ്തതിന്റെ ശേഷം ഫലമ്മാ ഫറഗ ഖാല ഉവൈമിറു റളിയല്ലാഹു അൻഹു കദബ്തു അലൈഹാ ഇൻ അംസക്തുഹാ ഫതല്ലഖഹാ സലാസ്. ഞാൻ അവളെ ഭാര്യയായി നിർത്തുകയാണെങ്കിൽ ഞാൻ കള്ളമാണ് പറഞ്ഞത്, അതിന്റെ പേരിൽ 3 തലാഖ് ചൊല്ലി. അപ്പൊ ഇവിടെ ഉവൈമിറുൽ അജ്ലാനി 3 തലാഖ് ചൊല്ലിയപ്പോൾ തലാഖ് 3 തലാഖ് അല്ല ഹറാമാവുകയാണെങ്കിൽ റസൂലുള്ള ചോദിക്കേണ്ടതായിരുന്നു, നീ ഒരു സഹസിൽ വെച്ച് 3 തലാഖ് ചൊല്ലുകയാണോ എന്ന് ചോദിക്കേണ്ടതല്ല. അത് ചോദിച്ചില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 3 തലാഖ് ഒരു സഹസിൽ വെച്ച് ചെല്ലുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. ഇതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്. അപ്പോൾ 3 തലാഖ് ഒറ്റവസരത്തിൽ തന്നെ പലപ്പോഴും ഇതേപോലുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ, അതായത് ഒരു അന്യപുരുഷനെ സ്വന്തം ഭാര്യയുടെ അടുത്ത് വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഒരു അന്യപുരുഷൻ ഭാര്യയുമായി സമീപിക്കുന്നത് കണ്ടാൽ പിന്നീട് 3 തലാഖ് ചെയ്യുകയുള്ളൂ. ഇതിനെന്ത്, ഒരന്യ പുരുഷനെ സ്വന്തം ഭാര്യയോടൊപ്പം കണ്ടാൽ എന്ത് വേണമെന്ന് റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചർച്ച വന്നപ്പോ അവൻ സാക്ഷികളെ കൊണ്ടുവരാൻ നിൽക്കുകയാണോ എന്നെല്ലാം ചോദിച്ചപ്പോൾ മഹാനായ സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഅദ് ഇബ്നു ഉബാദത്ത് ഖസ്റജ് ഗോത്രക്കാരുടെ നേതാവാണ്, സയ്യിദ. അദ്ദേഹം പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലദറബ്തുഹു ബിസൈഫി എന്ന് പറഞ്ഞു. എന്റെ ഭാര്യയോടുകൂടെ ഏതെങ്കിലും ഒരു അന്യപുരുഷനെ കണ്ടാൽ ഞാൻ ഒന്നും നോക്കാതെ തലവെട്ടു വരും. അപ്പൊ ഇത് കേട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതഅജബൂന മിൻ ഗൈറത്തി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന്റെ ക്ഷോഭം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുകയാണ്. എന്നാൽ ഫവല്ലാഹി ലഅന അഗ്യറു മിൻഹു, അല്ലാഹു ആണ്, അദ്ദേഹത്തെക്കാൾ ശോഭമുള്ളവനാണ് ഞാൻ. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹു എന്നെക്കാൾ ശോഭമുള്ള. അതിന്റെ പേരിലാണ് അല്ലാഹു തആല വമിൻ അജ്ലി ഗൈറത്തില്ലാഹി ഹറമൽ ഫവാഹിഷ മാ ദഹറ വമാ ബത്തൻ, എല്ലാ അനാവശ്യവും അല്ലാഹു തആല ഹറാമാക്കാനുള്ള കാരണം ഇതാ എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ ഈ ക്ഷോഭമാണ്, ക്ഷോഭമുണ്ടായാൽ മുത്തലാഖ് ചെല്ലൽ, ഈ ക്ഷോഭ നേരത്തെ ചെയ്യൽ തെറ്റൊന്നുമില്ല. അതേപോലെ വല്ലതും കാണുകയാണെങ്കിൽ, ഇത്തരം ക്ഷോഭം വരികയാണെങ്കിൽ 3 അല്ല 1000 ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അങ്ങനെ 3 തലാഖ് ചെല്ലുകയാണെങ്കിൽ ഈ തലാഖ് 1 കണക്കാക്കല്, അതല്ല 3 കണക്കാക്കല്, അതോ തലാഖ് പോകുകയില്ലയോ? ഒരാള് ഇതേപോലെ ഒറ്റയടിക്ക് ഒരേ ഇരിപ്പിലിരുന്ന് ഞാൻ എൻ്റെ ഭാര്യയെ 3 തലാഖ് ചൊല്ലിയെന്നോ 3 മൊഴി ചൊല്ലിയെന്നോ ഇതേപോലുള്ള ഒരു പദം പ്രയോഗിച്ചാൽ എത്ര തലാഖ് പോകും? ഇതിൽ 4 മദ്ഹബുകളാണ് പറയപ്പെടുന്നത്. ഒരു മദ്ഹബ് 3 പോകും. 3 തലാഖ് ചൊല്ലിയാൽ 3 തലാഖും പോകുമെന്ന് ആര് പറയുന്നു? 4 മദ്ഹബിന്റെ ഇമാമുകളും പറയും. ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും പറയുന്നത് 3 തലാഖ് പോകുമെന്ന് തന്നെ. നേരത്തെ ഹറാമാണെന്ന് പറഞ്ഞ ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫയും പറയുന്നത് അങ്ങനെ 3 തലാഖ് ഹറാമെല്ലാം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ചെല്ലിയാൽ അവന്റെ 3 തലാഖും ആയി കണക്കാക്കും, 3 തലാഖും പോകുമെന്ന് പറയും. അതുമാത്രമല്ല, ഭൂരിഭാഗം താബീകളും ഭൂരിഭാഗം സഹാബത്തും അതാണ് പറയുന്നത്. സലഫ് ഖലഫിൽ നിന്ന് ഭൂരിഭാഗം പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട പണ്ഡിതന്മാര്, ഇമാമുകളെല്ലാം പറയുന്ന ഇതാണ് 3 പോകുമെന്നത്. ഇത് ഒരു മദ്ഹബ്. രണ്ടാമത്തത് 1 പോവുകയില്ല. 3 തലാഖ് ചൊല്ലിയാൽ
ഒറ്റയടിക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു തലാക്കും പോവുകയില്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇത് തെറ്റാണ്, തെറ്റ് ചെയ്താൽ അതിന് വിലയില്ല, അതിൻ്റെ പേരിൽ ഒരു തലാക്കും പോവുകയില്ല എന്ന്. ഇത് ചില ആളുകളുടെ മദ്ഹബായി പറയപ്പെടുകയാണെങ്കിലും ഇത് റാഫിളത്തിന്റെ ഖൗലാണ്. ശിയാക്കളിൽ നിന്നുള്ള റാഫിളത്ത് വിഭാഗമാണ് ഇത് പറയുന്നത്. അഹ്മദ് ബിൻ ഹംബൽ ഇത് പറയുന്നു എന്ന് പറയപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാനങ്ങനെ പറയുന്നില്ല, ഇത് റാഫിളത്തിന്റെ ഖൗലാണെന്ന് പറഞ്ഞു. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖൗലല്ല, അഭിപ്രായമല്ല ഒരാൾ 3 തലാഖ് ഒറ്റയടിക്ക് ചെല്ലിയാൽ ഒന്നും പോവുകയില്ല എന്ന അഭിപ്രായം. ഈ മൂന്നാമത്തെ അഭിപ്രായം, ഒറ്റയടിക്ക് 3 തലാഖ് ചെല്ലുകയാണെങ്കിൽ ഒരു തലാഖ് പോകും, റജിയായ ഒരു തലാഖ് പോകും. അപ്പൊ അവന് മടക്കിയെടുക്കാൻ അധികാരമുണ്ട്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചില റിവായത്തുകളുണ്ട്. ഈ അഭിപ്രായമാണ് സലഫികളുടെ നേതാക്കളായ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം എല്ലാം പറയുന്നത്. ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിമും പറയുന്നത് 3 തലാഖ് ഒറ്റയടിക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു തലാഖ് മാത്രമേ പോവുകയുള്ളൂ എന്ന് ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിമും പറഞ്ഞു. ഇതിന്റെ പേരിൽ ഒരുപാട് മർദ്ദനങ്ങൾ അവർക്ക് സഹിക്കേണ്ടതായി വന്നു. ഇബ്നു തൈമിയ ജയിലിൽ അടച്ചു. ഇബ്നുൽ ഖയ്യിമിനെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് ലോകം മുഴുവനും ചുറ്റിച്ചു എന്നെല്ലാം പറയും. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായത്തിനോട് എതിരായതിന്റെ പേരിൽ. ഇതാണ് മൂന്നാമത്തെ ഖൗൽ. നാലാമത്തെ ഖൗല് സ്ത്രീകളിലെ 2 വിഭാഗം സ്ത്രീകളുണ്ട്. ഭർത്താവുമായി നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം ഭർത്താവുമായി ബന്ധപ്പെട്ടവരുമുണ്ട്, ബന്ധപ്പെടാത്തവരുമുണ്ട്, മദ്ഖൂലു ബിഹയുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പൊ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ ഒരു തലാഖേ പോകും. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ 3 തലാഖ് പോകുമെന്നുള്ള മറ്റൊരു അഭിപ്രായം ഇസ്ഹാഖ് ബിൻ റാഹവയുടെ അഭിപ്രായമായി ഇത് പറയപ്പെടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെല്ലാം, അതേപോലെ 4 മദ്ഹബിന്റെ ഇമാമുകളെല്ലാം പറയുന്ന അഭിപ്രായം ഇതാണ്: 3 തലാഖ് ചെല്ലുകയാണെങ്കിൽ 3 തലാഖും പോകും. അവരുടെ തെളിവ്, സമയം കൂടുതലായി, തെളിവ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഇവരുടെ തെളിവ്, അതായത് ഒന്നേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞവരുടെ തെളിവായി പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് താവൂസ് റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ കാണാം. കാനത്തലാഖു അലാ അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബീ ബക്രിൻ വസനതൈനി മിൻ ഖിലാഫത്തി ഉമർ ബിനുൽ ഖത്താബ് തലാഖു സലാസി വാഹിദ. فقال عمر رضي الله عنه إن الناس قد استعجلوا في أمر كانت لهم فيه أنات فلو أمضيناه عليه فالله عليه. റസൂലുള്ളാഹിന്റെ കാലത്ത് 3 തലാഖ് എല്ലിയാൽ 1 തലാഖായി കണക്കാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും 3 തലാഖ് എല്ലിയാൽ അത് 1 ആയിട്ടായിരുന്നു കണക്കാക്കിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യത്തെ 2 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. 3 തലാഖ് എല്ലിയാൽ 1 തലാഖായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് 2 വർഷം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു, ആളുകൾ സാവകാശം ചെയ്യേണ്ടുന്ന കാര്യം ധൃതി കൂട്ടുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, തലാഖ് 3 തവണകളായി ചെല്ലേണ്ടതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ സാവകാശം ചെയ്യേണ്ടുന്ന ഒരു കാര്യം ധൃതി കൂട്ടി ഒറ്റയടിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ പേരിൽ ഇത് 3 തന്നെയാക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹം 3 ആക്കി. ഇതാണ് 1 തലാഖേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞവർ തെളിവായി പറയുന്നത്. ഇതിന് നേരത്തെ പറഞ്ഞ
മദ്ഹബിന്റെ ഇമാമുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്ന മറുപടി. ഒന്ന്, നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇങ്ങനെ ഒന്നേ പോവുകയുള്ളൂ എന്ന് റിവായത്തുണ്ടെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് പ്രഗൽഭരായ നിവേദകന്മാരെല്ലാം നിവേദനം ചെയ്യുന്നത് 3 തലാഖും പോകുമെന്നാണ് ഇമാം തഹാവി പറഞ്ഞ മറുപടി. ഇന്ന സഈദ് ബിൻ ജുബൈരിൻ വമുജാഹിദൻ വഅതാഅൻ വഅംറ ബിൻ ദീനാരിൻ വമാലിക ബിൻ അൽ-ഹുവൈരിസി വനുഅ്മാൻ ബിൻ അബി അയ്യാശിൻ റവൗ അൻ ഇബ്നു അബ്ബാസിൻ ഫീമൻ തലഖ ഇംറഅതഹു സലാസൻ അന്നഹു ഖദ് അസാ റബ്ബഹു വബാനത് മിൻഹു ഇംറഅതുഹു വലാ യൻകിഹുഹാ ഇല്ലാ ബഅദ സൗജ്. ഇമാം ഇബ്നു അബ്ബാസിൽ നിന്ന് പ്രഗൽഭരായ ഇമാമുകളെല്ലാം നിവേദനം ചെയ്യുന്നത് മറിച്ചാണ്. അതായത് 3 തലാഖ് ഒറ്റയടിക്ക് ഒരാൾ ചൊല്ലിയാൽ 3ഉം പോകും. പിന്നീട് ഭർത്താവ് അവളെ വിവാഹം ചെയ്യണമെങ്കിൽ മറ്റൊരു ഭർത്താവിന് വിവാഹിതയായതിൻ്റെ ശേഷമേ പാടുള്ളൂ. ഇതാണ് പ്രഗൽഭരായ ഇമാമുകൾ പറയുന്നത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് 2ഉം നിവേദനമുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചതും യോജിക്കാത്തതും ഈ 2 നിവേദനങ്ങളിൽ നിന്ന് മുൻഗണന കൽപ്പിക്കേണ്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ച അഭിപ്രായത്തിനാണ്, റിവായത്തിനാണ് എന്ന് മറുപടി. ഒരു മറുപടി. 2ാം മറുപടി. 2ാം മറുപടി ആരാ പറയുന്നത്? 3 തലാഖ് ചൊല്ലിയാൽ 3 തലാഖും പോകും എന്ന് പറയുന്ന ഇമാമുകളുടെ മറുപടിയാണ് ഇതിന്. ഇതിനെ നേരത്തെ പറഞ്ഞ ഹദീസുണ്ടല്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് 1 തലാഖ് 3 തലാഖ് ചൊല്ലിയാൽ ഒന്നായി കണക്കാക്കിയിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും അങ്ങനെ തന്നെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ആദ്യത്തെ 2 വർഷവും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞതിന് മറുപടി. ഇതിനർത്ഥം അങ്ങനെ ഇപ്പറഞ്ഞത് ഒറ്റടിക്ക് 3 തലാഖ് ചൊല്ലി എന്ന് പറയുന്നതിനെ പറ്റിയല്ല. അന്തിതാലിക്കുൻ 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ഒരു പ്രത്യേക ഉപയോഗിച്ചു. അന്തിതാലിക്കുൻ 3 പ്രാവശ്യം ആവർത്തിച്ചാൽ ഇത് അറബി ഭാഷയിൽ 2 സാധ്യതകളാണ്. അന്തിതാലിക്കുൻ 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 എന്ന് പറഞ്ഞാൽ ഞാൻ തലാഖ് ചൊല്ലി നീ താലിക്കാണേ എന്ന് പറഞ്ഞു, നീ തലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞതിന് തെക്കീതായിക്കൊണ്ട് 2ാമത്തവും 3ാമത്തും ആവാൻ സാധ്യത. അപ്പൊ ഞാൻ 1 തലാഖേ ചൊല്ലിയിട്ടുള്ളൂ, അതിന്റെ തെക്കീതായി 2ാമത് അന്തിതാലിക്കും അന്തിതാലിക്കും പറഞ്ഞു. ഇതിനൊരു സാധ്യത. മറ്റൊരു സാധ്യത അന്തിതാലിക്കും 1, 2ാമത് അന്തിതാലിക്കും 2, 3ാമത് അന്തിതാലിക്കും. അപ്പൊ 3 ആവാനും സാധ്യത. അപ്പൊ ഈ 2 സാധ്യതയുള്ള ഒരു വാക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് ഇവന്റെ ഉദ്ദേശം എങ്ങനെയാണ് അതേപോലെ വ്യത്യാസപ്പെടും. അപ്പൊ ആദ്യം അന്തിതാലിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ 3 പ്രാവശ്യം പറഞ്ഞ ആയത്തിന് തെക്കീതായിയാണ് ഞാൻ പറഞ്ഞത്, 3 തലാഖ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് സംഭവിക്കാം. അല്ല ഞാൻ 3 തന്നെ ഉദ്ദേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അന്തിതാലിക്കും 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 3 പ്രാവശ്യം പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തും ഉണ്ടായിരുന്ന പതിവ് ആളുകൾ നുണ പറയാത്ത കാലമായിരുന്നു. ആളുകളെ വിശ്വസിക്കാമായിരുന്നു. വഞ്ചനയില്ലാത്ത കാലം. അവർ കള്ളം പറയാറില്ല. ഞാൻ ഇന്നതേ ഉദ്ദേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കാലം മാറിയപ്പോൾ ആളുകൾ വഞ്ചനയും കള്ളത്തരമെല്ലാം കൂടുതലാവാൻ തുടങ്ങി. അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞാൽ അന്തിതാലിക്കും അന്തിതാലിക്കും എന്ന് 3 പ്രാവശ്യം പറയുകയാണെങ്കിൽ 3 തന്നെ പോകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചു. ഇതാണ് ഇതിനർത്ഥമേ. ഇതാണ് ഏറ്റവും നല്ല മറുപടി എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇനി 2ാം മറുപടി. അന്തിതാലിക്കും സലാസൻ എന്ന് തന്നെ പറയുകയാണെങ്കിൽ അതിനർത്ഥം ആളുകളുടെ പഴയ കാലത്തെല്ലാം ആളുകൾ 1 തലാഖേ ചെല്ലാറുണ്ടായിരുന്നു.
ഇപ്പോഴങ്ങനെയല്ല, കാലം മാറി ആളുകൾ ഒറ്റയടിക്ക് തന്നെ 3 തലാക്ക് ചെല്ലാൻ തുടങ്ങി. അപ്പൊ അതിന്റെ പേരിൽ 3 തലാക്ക് പോകും. ഇതാണ് ഇതിനർത്ഥം. അപ്പൊ ഇതനുസരിച്ച് ആളുകളുടെ ആദത്തും പതിവും മാറി എന്നാണ് ഇതിനർത്ഥം. ഇതേ നേരത്തെ പറഞ്ഞല്ല, റസൂലുള്ളാഹിന്റെ കാലത്തും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ 2 വർഷവും ഉള്ള പതിവ് അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യകാലത്ത് ആളുകളുടെ പതിവ് 1 തലാക്ക് മിക്കവാറും അവർ 1 തലാക്കേ ചെല്ലാറുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാലം മാറി ആളുകൾ ഒറ്റയടിക്ക് തന്നെ 3 തലാക്ക് ചെല്ലാൻ തുടങ്ങിയത്. ഇത് മറ്റൊരു മറുപടി. വേറെ ഒരുപാട് മറുപടി പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം ഇങ്ങനെ മുത്തലാക്ക് ചെല്ലുകയാണെങ്കിൽ 3 തലാക്കും പോകുമെന്ന്. അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഏക സിവിൽ കോഡ് നടപ്പിൽ വന്നു എന്ന് വെക്കുക, മുത്തലാക്ക് നിരോധിച്ചു എന്ന് വെക്കുക. എന്നാൽ എന്ത് സംഭവിക്കാൻ പോകും? നേരത്തെ പറഞ്ഞ ഇസ്ലാമിക വിധി അനുസരിച്ച് ഇസ്ലാമിക വീക്ഷണത്തിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? വല്ല അപകടവും വരാൻ പോകുന്നുണ്ടോ ഇല്ലയോ? മുത്തലാക്ക് നിരോധിച്ചു എന്ന് വെക്കുക. നിരോധിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിരോധിച്ചാലെല്ലാം ആളുകൾ ചെല്ലാതിരിക്കുകയില്ല, ആളുകൾ ചെല്ലും. എന്നിട്ടോ ചെല്ലിയാലോ 3 തലാക്ക് നിയമ വിധേയമല്ല. അപ്പൊ അതിന്റെ പേരിൽ ഒന്നുകിൽ എന്ത് തീരുമാനിക്കണം? തലാക്ക് പോവുകയില്ല എന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ 1 തലാക്ക് പോകുമെന്ന് തീരുമാനിച്ചു. രണ്ടാണെങ്കിലും കുഴപ്പമാണ്. കാരണം അവൻ എന്ത് ചെയ്യും? 1 തലാക്ക് പോവുകയാണെങ്കിൽ ഭാര്യയെ മടക്കിയെടുക്കും. തലാക്ക് പോവുകയില്ല നോക്കുകയാണെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെടും. അപ്പൊ എന്ത് ചെയ്യും? അവൻ വ്യഭിചരിക്കുകയാണ് ചെയ്യും. അപ്പോൾ അവൻ ഭാര്യയുമായി ബന്ധപ്പെടൽ അങ്ങനെ നിയമം മുഖേന അത് വിരോധിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്വന്തം ഭാര്യയെ തലാക്ക് ചെല്ലിയതിന്റെ ശേഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും 4 മദ്ഹബിന്റെ ഇമാമുകളുടെയും അഭിപ്രായമനുസരിച്ച് ഭാര്യയെ തലാക്ക് ചെല്ലിയതിന്റെ ശേഷം അവളുമായി ബന്ധപ്പെടൽ ഹറാമാണ്, വ്യഭിചാരമാണ്. അപ്പൊ ഇവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. എന്നിട്ടോ അതിൽ ജനിക്കുന്ന കുട്ടിയോ ഹറാമിന്റെ മക്കൾ, ഹറാം പറഞ്ഞവരുമായി. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. പിന്നീട് ബഹുഭാര്യത്തെ പറ്റിയാണ് സമയം വളരെ ചുരുക്കി ബഹുഭാര്യത്തെ പറ്റി ഏതാനും വാക്കുകൾ പറയാം. നേരത്തെ ഇസ്ലാമിലെ ബഹുഭാര്യത്വം, അതും നേരത്തെ പറഞ്ഞതുപോലെ ലിംഗസമത്വത്തിനെതിരാണ് എന്നും സ്ത്രീകളോടുള്ള അനീതിയാണെന്നും ഇതേപോലെ പല നിലക്കും ആക്ഷേപിക്കപ്പെടും. ഇതിലെ ഇസ്ലാം എന്ത് ചെയ്തു? ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം ശറഅക്കാൻ വേണ്ടി റസൂലുള്ള വരികയാണോ ഉണ്ടായത്? അതല്ല, ബഹുഭാര്യത്വം നടപ്പിലുണ്ടായിരുന്ന ഒരു വിഭാഗത്തിലേക്ക് റസൂലായി വരികയാണ് ചെയ്തത്. എന്താ ഉണ്ടായത്? റസൂലുള്ള ബഹുഭാര്യത്വം നടപ്പിലാക്കാൻ വേണ്ടി വന്നതല്ല. റസൂലുള്ള അല്ല ബഹുഭാര്യത്വം നടപ്പിലാക്കിയത്. ഇസ്ലാമല്ല ബഹുഭാര്യത്വം നടപ്പിലാക്കിയത്. ഇസ്ലാമിന്റെ മുമ്പ് തന്നെ ഉണ്ടായിരുന്ന ഒരാചാരത്തെ റസൂലുള്ളയും ഇസ്ലാമും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ല, തലാക്ക് 100 പ്രാവശ്യം തലാക്ക് ചൊല്ലിയാണെങ്കിലും വിരോധമില്ല എന്ന് പറഞ്ഞ് ഇസ്ലാം തലാക്ക് നിയന്ത്രിച്ചു. 3 പാടുള്ളൂ, അതിലധികം പാടില്ല എന്ന് പറഞ്ഞതുപോലെ ആദ്യകാലത്തുണ്ടായിരുന്ന ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന പതിവ് ഒരാൾക്ക് എത്രയോ ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കും. 4 എത്രയോ ഭാര്യമാരെ ഭാര്യയായിക്കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇസ്ലാം എന്ത് ചെയ്തു? അതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. അത്ര കൂടുതൽ ഭാര്യമാരെ വെക്കാൻ പാടില്ല.
ഒരാൾ കയറി വന്നാൽ 4 പാടും. മഹാനായ ഖൈലാൻ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ 10 ഭാര്യമാരുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംസിക്ക് 40 ഫാരിക്ക് സായിറഹിനായി. ഇതിൽ 4 ഭാര്യമാരെ വെച്ചുകൊണ്ട് ബാക്കി മുഴുവനും തലാഖ് ചെയ്തുപോയി. അതേപോലെ മറ്റ് പല ആളുകളും നൗഫൽ ഇബ്നു മുആവിയ, ഉമൈറത്തുൽ അസദി മുതലായ ആളുകൾക്കെല്ലാം ഉമൈറത്തുൽ അസദിക്ക് 8 ഭാര്യമാരുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വെച്ചുകൊണ്ട് ബാക്കി തലാഖ് എല്ലാം വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇസ്ലാം ബഹുഭാര്യത്വത്തിന് പരിധി വെക്കുകയാണ് ചെയ്തത്. പഴയ കാലത്തെ ധാരാളം ഇഷ്ടം പോലെ ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പരിധി നിശ്ചയിച്ചു. 4 പാടുള്ളൂ, 4-ലധികം പാടില്ല. അംസിക്ക് 40 ഫാരിക്ക് സായിറഹു. ഇനി അതിൻ്റെ യുക്തിപരമായി ഇതൊരു അന്യായമാണോ, സ്ത്രീകളോട് ചെയ്യുന്ന അന്യായമാണോ, അതോ ഇതുകൊണ്ട് സ്ത്രീകൾക്ക് അനുഗ്രഹമാണോ എന്നാണ് ചിന്തിക്കാനും. ബഹുഭാര്യത്വത്തിലൂടെ സ്ത്രീകളോട് ഇസ്ലാം അന്യായം ചെയ്യുകയാണോ ചെയ്തത്, അതല്ല ഇസ്ലാം സ്ത്രീകൾക്ക് അനുഗ്രഹമാണോ ചെയ്തത്? പൊതുവെ ഇന്നത്തെ കാനേശുമാർ കണക്കനുസരിച്ചും മറ്റുമെല്ലാം നോക്കുകയാണെങ്കിൽ, സെൻസസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ അധികമാണ്, പുരുഷന്മാർ കുറവും. ചിലപ്പോൾ ചില നാടുകളിലെല്ലാം വ്യത്യാസപ്പെടും. പൊതുവെ സ്ത്രീകൾ കൂടുതലും പുരുഷന്മാർ കുറവുമാണ്. ഇനി മാത്രമല്ല, സ്ത്രീകളുടെ ആധിക്യം കൂടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന മിൻ അശ്റാത്തി സാഅത്തി അൻ യുർഫഅൽ ഇൽമു വയക്സുറൽ ജഹ്ലു വയക്സുറൽ സിനാ വയക്സുറ ശുർബുൽ ഖംരി വയഖില്ലർ റിജാലു വയക്സുറൻ നിസാ. ഖിയാമത്ത് ദിവസത്തിന്റെ അടയാളങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ പുരുഷന്മാർ കുറയുകയും സ്ത്രീകൾ അധികമാവുകയും ചെയ്യുക എന്നുള്ളത് ഖിയാമത്ത് ദിവസത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളം. അപ്പൊ ഇങ്ങനെ വരുന്ന അവസരത്തിൽ പുരുഷന്മാർ കുറവാണ്. ആകെയിൽ പുരുഷന്മാർ വളരെ കുറവാണ്, സ്ത്രീകൾ കൂടുതലുമാണ്. അപ്പൊ ഇവിടെ ഒരു പുരുഷന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വെക്കുകയാണെങ്കിൽ, അപ്പൊ ഓരോ പുരുഷനും ഉള്ള സ്ത്രീകളിൽ നിന്ന്, ധാരാളം സ്ത്രീകളുള്ളവരിൽ നിന്ന് ഓരോ സ്ത്രീകളെ ഓരോ പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് നോക്കാം. പിന്നെയും സ്ത്രീകളുടെ എണ്ണം ഒരുപാട് ബാക്കിയാണ്. ഇനി അവരെന്ത് ചെയ്യും? അവരെന്താ ചെയ്യേ? ഒന്നുകിൽ 3 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കേണ്ടെന്ന് നിർത്തി. ഇന്ന് പാശ്ചാത്യ നാടുകളിലെല്ലാം കണ്ടുവരുന്നത് പോലെ നിയമപരമായ ഭാര്യ 1, വേറെ എത്രയോ നിയമപരമല്ലാത്ത ഭാര്യമാർ, ഗേൾ ഫ്രണ്ട് എന്നോ കാമുകിമാരി എന്നോ അതിന് യാതൊരു തയ്യാറുമില്ല. അതെത്ര വെക്കുന്നതിന് തയ്യാറില്ല. അപ്പൊ നിയമപരമായി ഒരു ഭാര്യ, മറ്റത് നിയമപരമല്ലാത്ത സ്ത്രീകളെ അനാശാസ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക, അവർ വേശ്യകളായിക്കൊണ്ടോ വ്യഭിചാരിണികളായിക്കൊണ്ടോ നിലനിൽക്കുക. അവിടെ കാമവികാരം പൂർത്തിയാക്കാൻ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഇതേപോലെ ഒന്നുകിൽ അങ്ങനെ അത് സംഭവിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവര് അവർക്കൊന്നുമില്ല, അവർക്ക് വിവാഹമില്ല, മക്കളില്ല, ഒന്നുമില്ലാത്ത രൂപത്തിൽ ജീവിതകാലം മുഴുവനും അവർ അവിവാഹിതകളായി നിലകൊള്ളേണ്ടതായി. ഇത് 2ാം സാധ്യത. 3ാം സാധ്യത ഇസ്ലാം പറഞ്ഞ ബഹുഭാര്യത്വം നടപ്പിലാക്കുക. ഇങ്ങനെ 3 സാധ്യത മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ വിദേശ നാടുകളിലെല്ലാം ഉള്ളതുപോലെ, യൂറോപ്യൻ നാടുകളിലും അമേരിക്കൻ അതേപോലെ നാടുകളിലെല്ലാം ഉള്ളതുപോലെ സ്ത്രീകൾ വ്യഭിചാരിണികളായും കാമുകികളായും മറ്റും മാറുന്ന അവസ്ഥ. അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്ത, വിവാഹമില്ലാത്ത രൂപത്തിൽ നിലകൊള്ളുന്ന അവസ്ഥ. അതുമല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് ശരിയാണ്, 4 ഭാര്യമാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 സാധ്യത അല്ലാതെ മറ്റൊരു സാധ്യത. ഇതിലെ
ആദ്യത്തെ സാധ്യത വ്യഭിചാരം എന്നുള്ളത് ഇസ്ലാമിൽ വ്യഭിചാരത്തിന്റെ എല്ലാ പഴുതുകളും ഇസ്ലാം അടച്ചിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശത്തൻ വസാഅ സബീല. നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അല്ലാഹു പറഞ്ഞത്. സത്യവിശ്വാസികളെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയാതെ വ്യഭിചാരത്തെ സമീപിക്കുക പോലും ചെയ്യരുത്. വ്യഭിചാരത്തിന്റെ അടുത്ത് പോലും നിങ്ങൾ പോകരുത്. കാരണം അത് വളരെ ചീത്ത പ്രവൃത്തിയും വളരെ ദുഷിച്ചതുമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇസ്ലാം വ്യഭിചാരത്തെ കഠിന ഭാഷയിൽ നിരോധിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാമല്ലോ, ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിം. സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ വേണ്ടി പറയണം. സത്യവിശ്വാസിനികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു. അപ്പോ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരുന്ന ഏതെല്ലാം വഴികളുണ്ടോ, പഴുതുകളുണ്ടോ, ആ പഴുതുകൾ മുഴുവനും ഇസ്ലാം അടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെയും മുഅ്മിനത്തിനെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർഗം മാത്രമേയുള്ളൂ. അതുപോലെ വേറെ ബഹുഭാര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ബഹുഭാര്യത്വം നിഷിദ്ധമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തത് എന്ന് വാദിക്കുന്നവരുണ്ട്. കാരണം ഖുർആനിലെ ബഹുഭാര്യത്വം അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ആയത്ത് ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മത്നാ വസുലാസ വറുബ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദത്തൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് ഈ രണ്ട് മുമ്മൂന്ന് നന്നാലായി വിവാഹം കഴിക്കുക. 2 ഭാര്യമാരോ 3 ഭാര്യമാരോ 4 ഭാര്യമാരോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ തന്നെ അള്ളാഹു പറഞ്ഞു ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലൂ, ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ ഫവാഹിദ, ഒരു ഭാര്യയെ വിവാഹം കഴിക്കാം. എന്നിട്ട് മറ്റൊരായത്തിൽ പറഞ്ഞു ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലൂ ഫവാഹിദത്തൻ എന്ന് പറഞ്ഞാൽ നീതി പാലിക്കാൻ നിങ്ങൾ നീതി പാലിക്കുകയില്ല എന്നുള്ള ഭയം, ആശങ്ക നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ഒരു സ്ത്രീ വിവാഹം കഴിക്കാം. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു വലൻ തസ്തതിഉ അൻ തഅദിലൂ ബൈനൻ നിസാഇ, സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ നീതി പാലിക്കണമെന്നും പറഞ്ഞു, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയുകയില്ല എന്നും പറഞ്ഞു. പഴയ കാലത്തെ വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ബഹുഭാര്യത്വം യഥാർത്ഥത്തിൽ ഇസ്ലാം നിരോധിച്ചതാണ് എന്നതിന് തെളിവായി അവർ പറയും. കാരണം നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നീതി പാലിക്കണം, ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിച്ചാൽ നീതി പാലിക്കണം. വലൻ തസ്തതിഉ അൻ തഅദിലൂ ബൈനൻ നിസാഇ, സ്ത്രീകൾക്കിടയിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യരുത്? ഒന്നിലധികം ഭാര്യമാരെ വിവാഹം കഴിക്കരുത്. ഈ അടുത്ത് വാരാദ്യ മാധ്യമത്തിൽ ഖമറുന്നിസ അൻവർ എഴുതി ഈ ചോദ്യത്തിന് മറുപടി, മുത്തലാഖിനെ കുറിച്ച് സ്ത്രീയും പുരുഷനും, വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഖമറുന്നിസ അൻവർ. മുത്തലാഖിനെ കുറിച്ച് സ്ത്രീയും പുരുഷനും എത്രമാത്രം ബോധവാന്മാരാണ് എന്ന ചോദ്യത്തിന് മറുപടിയായി എഴുതുന്നു, ഭൂമിയിൽ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന കാര്യമാണ് വിവാഹമോചനം. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, അത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമായി. മുസ്ലിം പുരുഷന് 4 വിവാഹം കഴിക്കാമെന്ന് പറയുന്നത് കൃത്യമായ നിയന്ത്രണമാണ്.
ഒന്നിലധികം വിവാഹം കഴിച്ചാൽ തന്നെ എല്ലാ ഭാര്യമാർക്കും വസ്ത്രം, ഭക്ഷണം എന്നിവയെപ്പോലെ സ്നേഹവും പങ്കിട്ട് നൽകണം. എന്നാൽ ഒരു പുരുഷന് അത് സാധിക്കില്ല, അങ്ങനെ പെരുമാറാം. സാധിക്കില്ലെങ്കിൽ ഒരു വിവാഹത്തിൽ ഒരുങ്ങിക്കോളൂ എന്നാണ് മതം പഠിപ്പിച്ചത്. ഇപ്പൊ പുതിയൊരു ഇത്തിഹാദാണ് ഖമറുന്നിസ ചെയ്തത്. ഇസ്ലാമില് വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ, ഖുർആൻ പറഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൽ നേരത്തെ പറഞ്ഞല്ല, നിങ്ങൾക്ക് വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ എന്ന് പറഞ്ഞിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്കിടയിൽ അതിൽ ചെയ്തിരുന്നു, ഖസ്മ് ചെയ്തിരുന്നു. ഖസ്മ് എന്ന് പറഞ്ഞാൽ 4 ഭാര്യമാർ റസൂലുള്ളാഹിയുടെ ഭാര്യമാർക്കെല്ലാം ഒരു ഭാര്യയുടെ അടുത്ത് ഒരു രാത്രി താമസിച്ചാൽ അടുത്ത രാത്രി മറ്റു ഭാര്യയുടെ അടുത്ത് താമസിക്കും, അടുത്ത രാത്രി മറ്റു ഭാര്യമാർക്ക്. അങ്ങനെ 4 ഭാര്യമാർ ഒരാൾക്കുണ്ടെങ്കിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ രാത്രിയിൽ ഒരു ഭാര്യയുടെ അടുത്ത് എത്ര താമസിച്ചോ അത്ര കണ്ട് മറ്റു ഭാര്യയുടെ അടുത്തും താമസിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഖസ്മ് ചെയ്തതിന്റെ ശേഷം റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ ഹാദാ ഖസ്മി ഫീമാ അംലികു ഫലാ തുആഖിദ്നി ബിമാ ലാ അംലികു. എന്റെ കഴിവിലുള്ള ഖസ്മാണ്, ഊഴമാണ് ഞാൻ നിശ്ചയിച്ചു കൊടുത്തത്. എന്നാൽ വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇന്റെ അർത്ഥം ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാവരോടും തുല്യനിലയിൽ സ്നേഹം ഒരേപോലെയാവുക എന്നുള്ളത്, അതിൽ നീതി ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പക്ഷെ അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്നാണ് ഇതിനർത്ഥം. അപ്പൊ മറ്റെല്ലാറ്റിലും നീതി ചെയ്യണം. സ്നേഹം എന്നുള്ളത് മനസ്സിലുള്ളതാണ്, അതിനെ നിയന്ത്രിക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല. എന്നാലും വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ എന്ന് മാത്രം ഓതി ബാക്കി ഭാഗം ഓതാത്തതിന്റെ പേരിലാണ് ഈ കുഴപ്പം വരുന്നത്. മുമ്പ് നിസ്കരിക്കരുത് എന്നതിന് ഖുർആൻ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞുതരാം. ഈ തെളിവ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സലാത്ത്, അല്ലാഹു തആല പറഞ്ഞാണല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ്സലാത്ത്, സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. അപ്പൊ നിസ്കരിക്കരുത് എന്നതിന് ആയത്ത് തെളിവാണ്. കാരണം ബാക്കി അവിടെ പിടിച്ച് പറയാതിരുന്നാൽ ലാ തഖറബുസ്സലാത്ത വഅൻതും സുക്കാറാ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ലഹരി മദ്യപിച്ച് ലഹരിയുടെ അവസരത്തിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വഅൻതും സുക്കാർ ഒഴിവാക്കിക്കൊണ്ട് ലാ തഖറബുസ്സലാത്ത പറഞ്ഞ മാതിരി വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ പറഞ്ഞ അതിന്റെ ബാക്കിയില്ല. ബാക്കി എന്താണ്? വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറൂഹാ കൽ മുഅല്ലഖ എന്നാണ്. സ്ത്രീകൾക്കിടയിൽ സ്നേഹത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല, നിങ്ങൾ എത്ര ആഗ്രഹിക്കുകയാണെങ്കിൽ. അതിൻ്റെ പേരിൽ നിങ്ങൾ പൂർണ്ണമായും ആരോടാണ് സ്നേഹം, മനസ്സിൽ സ്നേഹം, അവരിലേക്ക് പൂർണ്ണമായും ചായരുത്. മറ്റ് സ്ത്രീകളെല്ലാം കെട്ടിയിടപ്പെട്ടതുപോലെയാക്കിക്കൊണ്ട് ആരോട് സ്നേഹമുണ്ടോ പൂർണ്ണമായും അവരിലേക്ക് ചായരുത് എന്നാണ്. അപ്പോ അത് ഒഴിവാക്കിക്കൊണ്ട് വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാ എന്ന് മാത്രം ഓതിക്കൊണ്ട് ഇതേപോലുള്ള ഇത്തിഹാദുകളെല്ലാം ചെയ്യുക. അതാണ് ഇന്നുള്ള പതിവ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം ഹിദായത്ത് പ്രദാനം ചെയ്തു തരുമാറാവട്ടെ. അല്ലാഹു തആല ഉഖ്റവിയായ ആലിമുകളുടെയും മുതാലിമുകളുടെയും കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. കുഫാറുകളുടെ ഷെറുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين، اللهم انصرنا على القوم الكافرين، اللهم شتت شملهم، اللهم فرق جمعهم، اللهم ابطل كيدهم ومكرهم، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.